ഹലോ, ഇന്ന് നമ്മൾ എങ്ങോട്ടാ യാത്ര എന്നല്ലേ? എന്നാൽ അതന്നെ, നമ്മൾ ഞം ഞം തിന്നാൻ പോകുകയാണ് ഗൈസ്. ഇതിപ്പോൾ എവിടെയപ്പോൾ ആ സ്ഥലം എന്നല്ലേ? പഞ്ചാബിലെ ബ്യാസ് എന്ന സ്ഥലത്ത് നിന്ന് 4 കിലോമീറ്റർ അകലെ വെസ്റ്റ്വുഡ് വില്ലേജ് എന്ന് പറയുന്ന ഒരുപാട് ഫുഡ് സ്പോട്ടുകൾ അടങ്ങിയ ഒരു സ്ഥലമാണ് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ എവിടെയും കറങ്ങി തിരിയേണ്ട, അവിടെ തന്നെ ഇഷ്ടം പോലെ ഷോപ്പുകളും ഫുഡ് സ്പോട്ടുകളും ഒക്കെ ഉണ്ട്. ഈ കാണുന്ന ഷോപ്പ് ഉണ്ടല്ലോ, ബർഗർ കിങ്, ഇത് ബർഗറുകളുടെ പേര് കേട്ട സ്ഥലമാട്ടോ. ഇവിടെ കിട്ടാത്ത ബർഗേഴ്സ് ഇല്ല. അവർ പേര് പോലെ തന്നെ ബർഗേഴ്സിൻ്റെ രാജാക്കന്മാരാണ് കേട്ടോ അവർ. പിന്നെ അടുത്ത ഷോപ്പാണ് കേട്ടോ അജ്ഫാൻ. ഇതൊരു അറബിക് ഷോപ്പാണേ. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഡേറ്റ്സും നട്ട്സൊക്കെ ഇവിടെയാണ് കേട്ടോ കിട്ടാറ്. ആ ഷോപ്പിൽ 1-2 മലയാളീസും വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞില്ലേ, ഞം ഞം തിന്നാൻ വേറെ എങ്ങോട്ടും പോകണ്ടെന്ന്. ഇവിടെ ഇഷ്ടം പോലെ ടീ ഷോപ്പുകളും ഉണ്ട് കേട്ടോ. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ടീ ഷോപ്പാണ് അരോമ. പിന്നെ നമ്മുടെ ഫേവറേറ്റ് ഡൊമിനോനെ കുറിച്ച് പറയണ്ടല്ലോ. ഇന്ത്യയിലെ നമ്പർ 1 പിസ്സ സ്പോട്ടാണല്ലോ ഡൊമിനോ. ആശുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് കേട്ടോ ഈ പിസ്സ. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പിസ്സ എന്ന് പറയുന്നത് ഡൊമിനോടെയാണ് കേട്ടോ. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണേ. ഈ പഞ്ചാബികളുടെ ഒരു പ്രത്യേകത ഉണ്ട്, ഇവർ ഫുൾ ടൈം ചായ കുടിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇവിടെ ഇഷ്ടം പോലെ ചായ ഷോപ്പുകളും ഉണ്ട്. പിന്നെ ഈ ബാബ റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് അടിപൊളിയാണ് കേട്ടോ. ഫുഡും കൊള്ളാം കേട്ടോ. വെസ്റ്റ്വുഡ് വില്ലേജിൻ്റെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എല്ലായിടത്തും നോൺ വെജ് ഐറ്റംസ് കിട്ടും കേട്ടോ. ഈ ഷോപ്പിനെ കുറിച്ച് ഇനി ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇല്ലേ. ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ടോ, ഇവിടെ പെട്ടിക്കട പോലെ ഇങ്ങനത്തെ വൈൻ ബീർ ഷോപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. പ്രത്യേകിച്ച് ലൈസൻസ് ഒന്നും വേണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഇവിടെ സൗത്ത് ഇന്ത്യൻ ഫുഡ് സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പുണ്ടേ. ദോശയാണ് ഇവരുടെ മെയിൻ എന്ന് പറയുന്നു, പക്ഷെ ഒട്ടും സൗത്ത് ഇന്ത്യയിൽ നമുക്ക് താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല. എന്തോ റവ കൊണ്ടുണ്ടാക്കിയ ദോശയൊക്കെയാണ് തോന്നുന്നു. ഇവിടെ പഞ്ചാബികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡും നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡിൽ ദോശയാണേ. അതുകൊണ്ട് ഈ ദോശ ഷോപ്പൊക്കെ പെട്ടെന്ന് കച്ചവടം കിട്ടിക്കോളും. ഇനി നമുക്ക് അല്പനേരം വിശ്രമമാവാം, കാരണം ഇത്ര നേരം നടന്നതല്ലടോ. ഇതാണ് വെസ്റ്റ്വുഡ് വില്ലേജിൻ്റെ ഹൈലൈറ്റ് സ്പോട്ട്. നമുക്ക് ഫോട്ടോ എടുക്കാനും വിശ്രമിക്കാനും ഒക്കെ ഇവിടെ ഇരിക്കാം കേട്ടോ. ഞാൻ അവിടെ ഇരുന്ന് 2-3 ഷോയൊക്കെ ഇറക്കി. പിന്നെ ആര് കാണാൻ. വീക്കെൻഡുകളിൽ ഇവിടേക്ക് അടുക്കാൻ പറ്റില്ല കേട്ടോ. നമുക്കൊന്ന് ഇരിക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല, ഭയങ്കര ക്രൗഡായിരിക്കും. നല്ല വൈബിന് പറ്റിയ സ്ഥലമാണ്, നന്നായി ചില്ലായിട്ടിരിക്കാം. ഒരുവിധം ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ ഫുഡ് സ്പോട്ടുകളും ഇവിടെ ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് സബ്വേ ഒക്കെ കണ്ടില്ലേ. ഒരുവിധം നല്ല ബർഗറും സാൻഡ്വിച്ചും ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ. ഫുഡ് സ്പോട്ടുകൾ മാത്രമല്ല, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഫോറിൻ ക്ലോത്ത് സ്റ്റോറുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. വെഹിക്കിൾസൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ സ്ഥലമുള്ള കാരണം നമുക്ക് നടക്കുന്നതിലൊന്നും ഡിസ്റ്റർബൻസ് ഇല്ലേ. പഞ്ചാബിൽ നടക്കുന്ന പഞ്ചാബികളുടെ ഫെസ്റ്റിവലിനൊക്കെ ഇവിടെ ഭയങ്കര DJ പാർട്ടികളൊക്കെ ഉണ്ട്. ഇത് നടന്ന് കാണാൻ തന്നെ ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ. ഒരു ഓട്ടോ വിളിച്ച് പോകേണ്ടി വരുന്നത് തോന്നുന്നു. പിന്നെ കഥയൊക്കെ പറഞ്ഞ് അങ്ങ് നടന്നു പോകുമ്പോൾ സമയം അങ്ങ് പോവും. ഇവിടെ ഒത്തിരി കാൻറ്റബിൾ ഒക്റ്റീവ് പോലത്തെ ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തിങ് സ്റ്റോഴ്സ് ഉണ്ട്. പോരാത്തതിന് തന്നെ അവർ ഒരുപാട് ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ബൈ 2 get 1 7-1 ഒക്കെ കിട്ടുന്നുണ്ടേ. ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് നല്ല നല്ല ജാക്കറ്റിനൊക്കെ നല്ല ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. സീസൺ അനുസരിച്ച് ഡ്രസ്സുകളിൽ മാറ്റം വരും. പിന്നെ ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം ഞമ്മായി കൊണ്ട് ഞങ്ങൾ ഇതിലേക്കൊന്നും കയറിയില്ല ഗൈസ്. വെറുതെ ഓരോന്നും പറഞ്ഞ് കുറ്റവും പറഞ്ഞ് ചുറ്റിക്കണ്ട് നടക്കുകയാണ്. ചില ഷോപ്പിംഗ് സ്റ്റോറിൽ എഴുതിയിട്ടുള്ള ഓഫേഴ്സ് കണ്ടിട്ട് ഞങ്ങൾക്ക് ചിരി വരികയാണ്. ബൈ 2 get 6. ഇതൊക്കെ ഞാൻ നാട്ടിൽ നമ്മുടെ മമ്മി ഡാഡി കളക്ഷൻസിനൊക്കെയാണ് ഓർക്കുന്നത്. അപ്പം എൻ്റെ കെട്ടിയവൻ പറയുകയാണേ, നിനക്ക് ഈ തൃശ്ശൂരത്തെ കാര്യം മാത്രമേ അറിയുള്ളൂ, നമ്മുടെ പട്ടാമ്പിയിലെ വീരമണിയിലും ഇങ്ങനെ തന്നെ ഓഫർ. പിന്നെ ഞങ്ങൾ പുകയായി. തൃശ്ശൂർ ജില്ലയും പാലക്കാട് ജില്ലയും തമ്മിൽ അടിയായി. നിങ്ങളും തൃശ്ശൂർ ജില്ലയും പാലക്കാട് ജില്ലയും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആർക്കാ കൂടുതൽ സപ്പോർട്ട് കിട്ടുകയെന്ന് അറിയാലോ. പിന്നെ ഞാൻ കുറച്ചൊന്ന് താഴ്ന്നു കൊടുത്തു. എന്താ കാര്യം എന്നല്ലേ, അതന്നെ നമുക്ക് ഞം വേണമല്ലോ. ഇവിടെ എനിക്ക് പറ്റിയതൊന്നുമില്ലേ അമ്മയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പർപ്പിളിൻ്റെ ഔട്ട്ലെറ്റ് വന്ന് കിടക്കുന്നത്. അങ്ങനെ ഓരോന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. വൈകിയ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം, കാരണം ഒരു പെരുവഴിയാണേ. ഇതിൻ്റെ ഒരു അറ്റം മുതൽ ആ അറ്റം വരെ നടക്കുമ്പോഴേക്കും നമുക്ക് കേരളത്തിൻ്റെ ചരിത്രം മുഴുവൻ പറഞ്ഞു തീർക്കാം. ഞാൻ എൻ്റെ കെട്ടിയനോട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വന്നതാണോ, നമ്മുടെ മെയിൻ ഉദ്ദേശം മറക്കുന്നുണ്ടോ എന്ന്. നമുക്കൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എന്നെ ആ അറ്റം മുതൽ ആ അറ്റം വരെ നടത്തിച്ചു. അങ്ങോട്ട് പോകുമ്പോഴുള്ള മുഖമല്ല ഗൈസ് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ എനർജി മൊത്തം ലോസായി. പിന്നെ ഞാൻ കുറച്ച് സെറ്റപ്പിലൊക്കെ അങ്ങ് നടന്നു കേട്ടോ. ആഷുവിനാണെങ്കിൽ ഡൊമിനോ കണ്ടപ്പോൾ പിന്നെ വാശിയും തുടങ്ങി. അവന് ഐ വാണ്ട് ടു പിസ്സ പറഞ്ഞ് അലറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അതിനും പൊക്കി ഞാൻ അങ്ങ് KFCയിൽ കയറി. പിന്നെ വന്നപാടെ KFCയിൽ നിന്ന് എന്തൊക്കെയോ ഓഫേഴ്സ് നോക്കി. പിന്നെ അങ്ങ് ഓർഡർ ചെയ്യാൻ തുടങ്ങി. പിന്നെയാണ് ഗായ്സ് എനിക്ക് ആ സത്യം മനസ്സിലാക്കിയത്.
എനിക്ക് എഴുതാനല്ലേ അറിയൂ സാറേ, വായിക്കാൻ അറിയില്ലല്ലോ. കുറച്ച് പ്രഹസനങ്ങളും കൂടുതൽ ഷോയും നടത്തിയിട്ട് ഞാൻ എൻ്റെ സാമ്രാജ്യത്തിൻ്റെ താക്കോലും ബാധ്യതകളുടെ ലിസ്റ്റും അദ്ദേഹത്തിലേക്ക് കൈമാറി. ഇതൊക്കെ കാണുമ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ടാവും, വെറുതെ അല്ലേ ഇവളിങ്ങനെ തടിച്ചു വരുന്നതെന്ന്. അവരോടൊക്കെ എനിക്കും വർഷേച്ചിക്കും ഒന്നേ പറയാനുള്ളൂ, നമ്മളെങ്ങനെ തടിച്ച് ഞം തിന്നിട്ട്. ഈ ഞം തിന്നാൻ നമുക്ക് എന്ത് വേണം? പൈസ. അപ്പം ഞങ്ങൾ ആരാ പൈസക്കാര്? ഞാനിന്ന് മുൻകൂട്ടി പറഞ്ഞില്ലേ ഇന്ന് വെനസ്ഡേ ഓഫർ ഉണ്ടെന്ന്. അതുകൊണ്ട് വെനസ്ഡേത്തെ ബക്കറ്റ് ചിക്കനും വാങ്ങി ഓർഡറും കിട്ടി. ഞാൻ പോവുകയാണ്. നന്നായി ഭദ്രമായി പൊതിഞ്ഞ് വെക്കാം, കാരണം തണുപ്പല്ലേ പുറത്ത്. അപ്പോൾ ചൂടോട് കഴിക്കുമ്പോഴല്ലേ ചിക്കനൊക്കെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഞം കഥ അവിടെ അവസാനിക്കുകയാണ്. സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.